ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള നമ്മുടെ രണ്ടാമത്തെ ചിന്ത, പൊതുവായ ദൈവ ഇഷ്ടം. അതായത് എഴുതി തന്നിട്ടുള്ള ചില ദൈവ ഇഷ്ടങ്ങളുണ്ട്. അതായത് ചില മാതാപിതാക്കന്മാർ മരിക്കുന്ന സമയത്ത് വിൽപത്രം എഴുതി വെക്കും. അതിനകത്ത് അവരുടെ വില്ലാണ്, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്വത്തുക്കൾ ഇന്നതുപോലെ ചെയ്യണം, ഈ പണങ്ങൾ ഇന്നതുപോലെ ചെയ്യണം. ഇതുപോലെ ദൈവം തമ്പുരാന്റെ വില്ലാണിത്. ഈ തിരുവചനം ദൈവം തമ്പുരാന്റെ ഇഷ്ടം ഇതിനകത്തുണ്ട്, പ്രിയപ്പെട്ടവരെ, ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദൈവ ഇഷ്ടം എഴുതപ്പെട്ടത്, പൊതുവായത്, സകല മനുഷ്യനും വായിച്ചറിയേണ്ട ദൈവ ഇഷ്ടമാണിത്. യേശു തമ്പുരാൻ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ പറഞ്ഞത് എന്താണ്? ആ വില്ലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ലോകമൊക്കെയും നിങ്ങൾ പോകണം, ഗോ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ലോകമൊക്കെയും നിങ്ങൾ പോകണം. വെറും 11 പേരെ നിർത്തിക്കൊണ്ട് ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീൻ നാട്ടിൽ നിന്നുകൊണ്ട് വാഴ്ത്തപ്പെട്ടവനായ ഈശോ മിശിഹ വിളിച്ചു പറയുന്നു, എൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം, പോയിട്ട് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, ഞാൻ കൽപ്പിച്ചതൊക്കെയും പഠിപ്പിച്ചവരെ ശിഷ്യരാക്കണം, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. യേശുവിൻ്റെ ഇഷ്ടം ലോകം മുഴുവൻ സുവിശേഷം കേൾക്കണമെന്നാണ്. യേശുവിൻ്റെ ഇഷ്ടം എന്താണ്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പീൻ. ദൈവ ഇഷ്ടം എഴുതി തന്നിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇതിനകത്ത് ദൈവ ഇഷ്ടമുണ്ട്. ഇതിനകത്തെ കൽപ്പനകളും ചട്ടങ്ങളും നാം പഠിച്ചാൽ ദൈവ ഇഷ്ടം നമുക്കറിയാം. ദൈവ ഇഷ്ടം അറിയാൻ നിങ്ങൾ മല കയറണ്ട, ദൈവ ഇഷ്ടം അറിയാൻ നിങ്ങൾ പുഴയിലിറങ്ങണ്ട, ദൈവ ഇഷ്ടം അറിയാൻ നിങ്ങൾ തീർത്ഥാടനം നടത്തണ്ട, ശവക്കോട്ട വഴി നടക്കണ്ട, കല്ലറകൾ വഴി നിരങ്ങണ്ട. ദൈവത്തിന്റെ തിരുവചനം തുറക്കൂ, ദൈവ ഇഷ്ടം അറിയാം. ദൈവത്തിന്റെ ഇഷ്ടം വചനത്തിലുണ്ട്. ഒന്നാമത്തെ ഇഷ്ടം എന്താണ്? ഭൂലോകം മുഴുവനും സുവിശേഷം അറിയണമെന്ന് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ വായിച്ചത്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ളത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:40. പുത്രനെ നോക്കിക്കൊണ്ട്, യേശുവിനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. നമ്മുടെ വിഷയം എന്താണ്? ദൈവ ഇഷ്ടം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്താ ദൈവ ഇഷ്ടം? ദൈവ ഇഷ്ടം അറിയാൻ തത്തമ്മയെ കൊണ്ട് ചീട്ടെടുപ്പിക്കണ്ട. മനുഷ്യരൊക്കെ അവരുടെ ഭാവി പറയുന്ന ആളുകളുടെ അടുക്കൽ പോയി ക്യൂ നിൽക്കും. ഇപ്പൊ കമ്പ്യൂട്ടർ ജാതകം വരെയുണ്ട്. ചിലതെല്ലാം ഒത്തുവരുന്നുണ്ടെന്നാ പറയുന്നേ. ഒരു കൂട്ടം അലസന്മാരായ ആളുകളെ പറ്റിക്കാൻ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അതവിടെ നിന്നോട്ടെ. എന്നാൽ ഇവിടെ ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നത് എഴുതപ്പെട്ട ദൈവവചനമാണ്. ഇത് ഇന്നലെ ഒന്ന്, നാളെ വേറൊന്ന്, അടുത്ത വർഷം വേറൊന്ന്, കഴിഞ്ഞ വർഷം വേറൊന്ന്, ഇങ്ങനെ മാറുന്നതല്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറുകയില്ലാത്ത ദൈവവചനമാണ് പറയുന്നത്. ദൈവത്തിന്റെ തിരുവിഷ്ടം എന്താണെന്ന് വായിച്ചു കേൾപ്പിച്ചു. കർത്താവായ യേശുവിനെ നോക്കി വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം മറ്റൊരു വചനത്തിൽ നിന്ന്. വിശുദ്ധ ബൈബിളിലെ പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനം പരിചയമുണ്ടല്ലോ. പത്രോസ് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് പോകാം. പത്രോസിന്റെ ലേഖനം 2 ലേഖനങ്ങളുണ്ട്. അതിൽ 2-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം മുതൽ വായിക്കാൻ പോവുകയാണ്. പുസ്തകം എടുക്കാൻ എല്ലാവർക്കും ഒരുപോലെ സ്പീഡില്ലാത്തതുകൊണ്ട് നമ്പർ പറയുന്നു. പേജ് നമ്പർ 243, അധ്യായം 3, വാക്യം 8. എന്നാൽ പ്രിയമുള്ളവരെ,
കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദൈവേഷ്ടം എന്താണെന്ന് മനസ്സിലായോ? ശ്രദ്ധിക്കൂ. ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട്, അവൻ ആഗ്രഹിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. ഈ വചനം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിവരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് മടങ്ങി വരുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. എന്താണ് ഈ വിഷയം എന്നറിയാമോ? യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന്. യേശു തമ്പുരാൻ അതിനു മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോയാൽ മടങ്ങി വരും, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ മക്കളെ, തൻ്റെ സഭയെ തിരികെ ചേർക്കുന്ന, കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. സാധാരണക്കാർക്ക് അത് അറിയില്ല, മനസ്സിലായിട്ടില്ല. യേശു മടങ്ങി വരുമെന്ന്. യേശു ഇതിനു മുമ്പ് വന്നത് പാപികളെ രക്ഷിക്കാനാണെങ്കിൽ ഇനി വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാനാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം വിശ്വസിച്ച് വചനപ്രകാരം ജീവിക്കുന്ന വിശുദ്ധന്മാരെ, ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവരെ, വചനപ്രകാരം ജീവിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുവാൻ താൻ മടങ്ങി വരുമെന്നുള്ളത് ഈ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനമാണ്. ഈ ബൈബിളിൽ വളരെ കൂടുതൽ പ്രവചനങ്ങളുണ്ട്. അതിൽ രാഷ്ട്രങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പ്രവചനങ്ങളുണ്ട്. ജാതികളെക്കുറിച്ചും യഹൂദന്മാരെക്കുറിച്ചും പ്രവചനമുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാന വിഷയം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ആ പ്രവചനം നിറവേറാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ അതിനുള്ള ലക്ഷണങ്ങളെല്ലാം കാണുകയാണ്. ഈ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, മനുഷ്യ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അഴിമതികൾ, ഭരണ തകർച്ചകൾ, രാഷ്ട്രങ്ങളിലെ അവിശ്വസ്തതകളും അവിശ്വാസങ്ങളും, ഇതിനെ കൊണ്ടു നടക്കുവാൻ ഇവിടെ ആർക്കും കഴിവില്ലെന്ന് തെളിയുന്നു. യേശുക്രിസ്തു മടങ്ങി വരും, നിശ്ചയം മടങ്ങി വന്നേ പറ്റൂ. എന്നാൽ അതെന്തുകൊണ്ട് വൈകുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ യേശുക്രിസ്തു മടങ്ങി വരാൻ താമസിക്കുന്നില്ല. പിന്നെ എന്താണ് പ്രശ്നം? അവൻ താമസിക്കുന്നതിന്റെ കാരണം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവൻ വരാൻ വൈകുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് അവൻ വൈകുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് മടങ്ങി വരാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? ആരും നശിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്താണ് അവന്റെ ഇഷ്ടം? എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ വിഷയം ദൈവ ഇഷ്ടം എന്താണ്? പൊതുവായ ഒരു ദൈവ ഇഷ്ടമുണ്ട്, അത് ദൈവവചനത്തിലുണ്ട്. അതാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. പൊതുവായ ഈ ദൈവ ഇഷ്ടത്തിൽ അതിപ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. രണ്ട്, പൊതുവായ ദൈവ ഇഷ്ടത്തിൽ രണ്ടാമത്തേത്, ഒരൊറ്റ മനുഷ്യൻ പോലും നശിക്കരുത്. കള്ളനോ കൊള്ളക്കാരനോ രോഗിയോ നിരാശനോ മദ്യപാനിയോ ആരും നശിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഈ സുവിശേഷ സന്ദേശം പറയുന്ന കൂട്ടത്തിൽ മാന്യ സ്നേഹിതരോട് കർത്താവിന്റെ നാമത്തിൽ പറയട്ടെ, ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ നഷ്ടപ്പെടരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും പാപിയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ നശിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ആരും നശിച്ചു പോകാതെ
എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്നും അവൻ മടങ്ങി വരാത്തത്. എന്നോടൊരാൾ ചോദിച്ചു, യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് നിങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഞാൻ പറഞ്ഞു 2000 കൊല്ലമായി. ഇപ്പോഴും വന്നില്ലേ? ഇല്ല. എന്നാ പിന്നെ ഇത് നിർത്തിക്കൂടെ? ഇല്ല, നിർത്തില്ല. യേശുക്രിസ്തു മടങ്ങി വരാത്തത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല, നിങ്ങളുടെ കുറ്റം കൊണ്ടാണ്. നിങ്ങൾ ഇന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇന്നും യേശുവിന്റെ ശിഷ്യനായിട്ടില്ല. നിങ്ങൾ ഇന്നും യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ പറയുന്നെങ്കിലും സത്യമാണെന്നൊക്കെ ഏറെക്കുറെ സമ്മതിച്ച ഒരു അനുഭാവിയാണെങ്കിലും യേശുവിന്റെ വചനങ്ങളെ അനുസരിക്കാൻ നിങ്ങൾ ഇപ്പോഴും വൈകുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് തന്നെയാണ് അവൻ മടങ്ങി വരാത്തത്. ഇന്ന് യേശു മടങ്ങി വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താവും? സത്യം പരമാർത്ഥം പറയൂ. അതാണ് വിഷയം. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ വരാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, അവൻ ദീർഘക്ഷമ കാണിക്കുന്നു. എന്തുകൊണ്ട്? ആരും നശിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇഷ്ടപ്പെടുന്നു. അവൻ ഇഷ്ടപ്പെടുന്നു. അവൻ ഇഷ്ടപ്പെടുന്നു. അവൻ ഇഷ്ടപ്പെടുന്നു. നമ്മളെന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവ ഇഷ്ടം. എന്താണ് ദൈവ ഇഷ്ടം? പൊതുവായ ദൈവ ഇഷ്ടം എന്ന് പറയുന്നത് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കണം. ആ ദൈവ ഇഷ്ടം ഞങ്ങളിൽ നിറവേറ്റുക ഇതിലൂടെ. കാരണം എല്ലാവരുടെയും വീട്ടിൽ വരാൻ ഞങ്ങൾക്ക് കഴിയില്ല, എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന എല്ലാ സാധ്യതകളും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ദൈവ ഇഷ്ടം? ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമല്ല. പ്രസംഗിക്കണം. മാക്സിമം ആളുകളോട് ഈ സത്യം പറയുക. ദൈവം പല പല ചാൻസ് അവന് കൊടുക്കുന്നു. ദൈവം അവന്റെ മനസ്സിനോട്, ബുദ്ധിയോട് ഇടപെടുന്നു. ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുന്നു. പക്ഷെ വിശ്വസിക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല, പിൻപറ്റുന്നില്ല, യേശുവിനെ അനുഗമിക്കുന്നില്ല. എന്തുകൊണ്ട്? സമൂഹത്തെ പേടിച്ചിട്ട്, മനുഷ്യനെ പേടിച്ചിട്ട്. ഇതിനൊന്നും ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? നിങ്ങൾ സുവിശേഷം കേൾക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം. സ്തോത്രം. പൊതുവായ ദൈവ ഇഷ്ടം 2 ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ഈ പ്രോഗ്രാമിൽ എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ അല്പം പറയാം. പൊതുവായ ദൈവ ഇഷ്ടം വേദപുസ്തകത്തിൽ എഴുതി തന്നിട്ടുള്ളത് മറ്റൊരെണ്ണം വായിച്ച് കേൾപ്പിക്കാം. 210 പേജ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 3 വാക്യം, പേജ് നമ്പർ 210. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇത് അറിയാൻ എങ്ങും പോകണ്ട. ഇത് എഴുതപ്പെട്ട ദൈവ ഇഷ്ടമാണ്. നമ്മളെന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കഴിഞ്ഞ 65 കൊല്ലം 85 കൊല്ലം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച അപ്പച്ച, ഞാൻ കർത്താവിന്റെ നാമത്തിൽ ചോദിക്കട്ടെ, ദൈവ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞോ? ദൈവ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എത്ര കൊല്ലമായി നമ്മളിത് പ്രാർത്ഥിക്കുന്നു. ദൈവ ഇഷ്ടത്തെ കേട്ടോ? ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കാതെ ദൈവ ഇഷ്ടം നടക്കണേന്ന് പറഞ്ഞു മരിക്കുകയാണോ? കഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം എന്താ? അപ്പന്റെ ഇഷ്ടം എന്താന്ന് അറിയണം. അപ്പനത് പറഞ്ഞുകൊണ്ടിരിക്കില്ല. പറയുമോ? ഇല്ല. മക്കൾക്കറിയാം അപ്പൻ്റെ ഇഷ്ടം. സ്നേഹമുള്ള മക്കൾക്ക് അപ്പൻ്റെ ഇഷ്ടം അറിയാം. അപ്പൊ അപ്പൻ്റെ ഇഷ്ടം അറിയാതെ അപ്പ എന്ന് രാവിലെ വിളിച്ചാൽ എന്താ പ്രയോജനം? അപ്പോ എന്ന് ഉച്ചയ്ക്ക് വിളിച്ചാൽ എന്താ പ്രയോജനം? അപ്പൻ എന്തൊക്കെയോ ഇഷ്ടങ്ങളുണ്ട്, അതറിയേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവ ഇഷ്ടം എഴുതി വച്ചിരിക്കുന്ന ഈ പുസ്തകം പരിശോധിക്കണം. ഇതാണ് ദൈവ ഇഷ്ടത്തിൻ്റെ എഴുതപ്പെട്ട രേഖ. ഇതിനകത്ത് ദൈവ ഇഷ്ടം കൃത്യമായി എഴുതിയിരിക്കുന്നു. 1, ഭൂലോകത്തിലുള്ള സകല മനുഷ്യരും സുവിശേഷം കേൾക്കണം. താങ്കൾ അത് കേട്ടോ? കേട്ടെങ്കിൽ ജോലി തീർന്നില്ല. മറ്റുള്ളവരെ കേൾപ്പിക്കണം.
സുവിശേഷം കേൾക്കാൻ എന്തെങ്കിലും ചെയ്യണം. അതിന് ഒരുപാട് പണച്ചെലവുണ്ട്. ഈ പ്രോഗ്രാം സുവിശേഷീകരണത്തിനൊരു ഭാഗമാണ്. ലഘുലേഖകൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന സുവിശേഷീകരണത്തിനൊരു ഭാഗമാണ്. നിങ്ങൾ ദൈവ ഇഷ്ടം നടക്കാൻ പ്രാർത്ഥിക്കുന്ന ആളാണോ എങ്കിൽ ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുക. 2, നിങ്ങൾ നശിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകണമെന്ന് അവന്റെ ഇഷ്ടം. മനസ്സിലാവുന്നുണ്ടോ? ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കുവീൻ. ഇതാണ് ദൈവ ഇഷ്ടം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നു. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിച്ച് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നു. തീർന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വ്യക്തിപരമായി അശുദ്ധി നിറഞ്ഞ നമ്മുടെ ഹൃദയം, വ്യക്തിപരമായി പാപത്താൽ മലിനപ്പെട്ട നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും ശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അങ്ങനെ വരുമ്പോൾ ശുദ്ധീകരണം എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നിങ്ങളുടെ ശുദ്ധീകരണം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നിങ്ങളുടെ ശുദ്ധീകരണം. വ്യക്തിപരമായി നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരിക്കാം. മനുഷ്യനെല്ലാം അശുദ്ധനാണ്, പാപിയാണ്, മ്ലേച്ഛതയുള്ളവരാണ്, മലിന മനസാക്ഷിയുള്ളവരാണ്, കുറ്റബോധമുള്ള ഹൃദയമുള്ളവരാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നിങ്ങളുടെ ശുദ്ധീകരണമാണ്. അപ്പം മനുഷ്യൻ വിശുദ്ധീകരണം പ്രാപിക്കണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? വായിച്ചു കേൾപ്പിക്കാം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അശുദ്ധനും വിശുദ്ധനും തമ്മിൽ ബന്ധമില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ പറയട്ടെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? താങ്കൾ വിശുദ്ധീകരണം പ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. പാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും, എല്ലാ ചിന്തകളിൽ നിന്നും, എല്ലാ പ്രവൃത്തികളിൽ നിന്നും, എല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്നും, എല്ലാ അനാചാരങ്ങളിൽ നിന്നും, എല്ലാ വഴിവിട്ട മത ചങ്ങലകളിൽ നിന്നും, മതകർമാനുഷ്ഠാനങ്ങളിൽ നിന്നും നീ വേർപെട്ട് ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇത് നിങ്ങളോട് തുറന്ന് പറഞ്ഞേ പറ്റൂ. എന്താണ് ദൈവ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അങ്ങനെയാണെങ്കിൽ താങ്കൾ വിശുദ്ധനാകണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നു, അല്ലേ? നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നു. ദൈവമേ, ഇതാണോ നിന്റെ ഇഷ്ടം? അതെ. നിങ്ങൾ കൊണ്ടുവരുന്ന മെഴുകുതിരി ദൈവത്തിന് ഇഷ്ടമല്ല. വായിച്ചു കേൾപ്പിക്കാൻ ഈ കൊച്ചു പ്രോഗ്രാമിൽ നേരമില്ല. സമയമുണ്ടെങ്കിൽ ബൈബിളിലെ 50-ാം സങ്കീർത്തനം എടുത്തിട്ട് വായിക്കുക. 50 അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ഭാഷ പറയാം, എനിക്ക് കറണ്ട് പോയാൽ ഞാൻ നിന്നോട് മെഴുകുതിരി ചോദിക്കുമോ? ദൈവം ചോദിക്കുക, നിന്റെ തൊഴുത്തിൽ നിന്ന് കാളയെയോ ആടിനെയോ ഞാൻ ചോദിക്കുമോ? കാട്ടിലെ 1000 ജന്തുക്കളും പർവ്വതങ്ങളിലെ പക്ഷികളും എനിക്കുള്ളവ. ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ വെളിച്ചെണ്ണയല്ല. ഈ അറേബ്യൻ ഗൾഫിലെ മണലി മാറ്റിയാൽ പെട്രോൾ കിട്ടുന്നത് സർവശക്തൻ നിക്ഷേപിച്ചതല്ലേ? ഈ ദൈവത്തിനാണോ നീ എണ്ണ കൊടുക്കുന്നത്? ഈ സൂര്യനെ മുഴുവനും ഈ കണ്ട മനുഷ്യർക്കെല്ലാം സൗജന്യമായി കൊടുത്ത ദൈവത്തിനാണോ നിന്റെ മെഴുകുതിരി? കുറ്റം പറഞ്ഞെന്ന് ധരിക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടമറിയാതെ അതും ഇതുമെല്ലാം കാട്ടിക്കൂട്ടി തൃപ്തിപ്പെടുന്നത് അവസാനിപ്പിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാൻ ഒരു സമർപ്പണം ചെയ്യുന്നതാണ് അതിപ്രധാനപ്പെട്ട കാര്യം. ഇത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൂർണ്ണ സുവിശേഷം പറഞ്ഞില്ല എന്നതിന്റെ കുറ്റം എന്റെ മേൽ വരും. സുഹൃത്തുക്കളെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്?
നിങ്ങൾ എനിക്കൊരു സമ്മാനം തരുന്നെങ്കിൽ അത് എനിക്ക് ഇഷ്ടമുള്ളതാണോ എന്നറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം എന്ന വിഷയത്തിലേക്ക് നമ്മൾ കയറി. പക്ഷെ ഞാൻ വിവരിക്കാൻ സാധിക്കത്തില്ല, വായിച്ചു കേൾപ്പിക്കാം. എങ്ങനെ ശുദ്ധീകരണം നടക്കും? യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ ഞാൻ വായിക്കാം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശ്രദ്ധിക്കുക, വീണ്ടും വായിക്കാം. എന്താണ് ശുദ്ധീകരണം? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഈ സന്ദേശത്തിൻ്റെ ഒടുവിലേക്ക് വരുന്നു. ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഈ വാക്യം ശ്രദ്ധിക്കൂ. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ല. എന്നാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. 2 തരത്തിലാണ് മനുഷ്യൻ പ്രതികരിക്കുന്നത്. ഒന്ന്, എന്നിൽ പാപമില്ല എന്ന് പറയുന്നു, അവൻ വഞ്ചനയാണ് പറയുന്നത്. എന്നാൽ വേറൊരു കൂട്ടർ പാപം ഏറ്റുപറയുന്നു. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാൻ നഷ്ടപ്പെട്ടവനാണ്, എൻ്റെ ചിന്തയിലും എൻ്റെ നോട്ടത്തിലുമെല്ലാം പാപമാണ്, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കർമ്മങ്ങളും യാഗങ്ങളും വഴിപാടുകളും ഒന്നും ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല എന്ന് തിരുവചനത്തിലൂടെ ഞാൻ അറിയുന്നു. അതുകൊണ്ട് കർത്താവേ, എൻ്റെ പാപം ഞാൻ അങ്ങയോട് ഏറ്റുപറയുന്നു. പാപത്തെ ഏറ്റുപറഞ്ഞാൽ അവൻ ക്ഷമിക്കും, അവൻ ശുദ്ധീകരിക്കും.